മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ക്രൂരനായ കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ വാർത്തയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം മലയാള സിനിമയിലെ ഏറ്റവും വലിയ വില്ലൻ വാർത്ത മാർക്കോ ആണ്. മാർക്കോ ഇങ്ങനെ കോടാനുകോടികൾ കൊയ്യുമെന്നാണ് പറയുന്നത്. ഇത്രയും ക്രൂരത നിറഞ്ഞൊരു സിനിമ ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല, മുൻപുണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവില്ല എന്ന പ്രചരണം നിൽക്കെ കണ്ടവരൊക്കെ നെറ്റി ചുളിക്കുന്നു, ചെറുപ്പക്കാർ ഇടിച്ചു കയറുന്നു, പല പ്രാവശ്യം കാണുന്നു. എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാണ് സിനിമ കാണാൻ കയറുന്നത്. ഇപ്പോൾ മലയാള സിനിമ കണ്ടത് മാർക്കോ അല്ല, മമ്മൂട്ടിയുടെ പുതിയ സിനിമ വരുന്നു, പുതിയ കഥാപാത്രം വരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കൂ, മമ്മൂട്ടി ഇങ്ങനെ ക്രൂരനായിട്ട് അവതരിപ്പിക്കുകയാണോ? മമ്മൂട്ടി ഇനി ചെയ്യാത്ത വേഷങ്ങളില്ല, ഇനി ഇമേജ് നോക്കേണ്ട ആവശ്യങ്ങളില്ല. നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി കമ്പനി എടുത്ത സിനിമകളിലൂടെ നമ്മൾ ഒരു സഞ്ചാരം നടത്തുന്നത്. എൻ്റെ കാശ് കൊണ്ട് ഇത്തരം സിനിമകൾ, പരീക്ഷ ചിത്രങ്ങൾ എനിക്കല്ലാതെ വേറെ ആർക്ക് എടുക്കാൻ കഴിയും എന്നാണ് മമ്മൂട്ടിയുടെ അന്തരംഗം മന്ത്രിക്കുന്നത്. കാരണം ഇതിന് ചെലവ് മറ്റു പടത്തിൽ അഭിനയിച്ചാൽ എൻ്റെ പ്രതിഫലം വലിയ തുകയാണ്, അത് ഇതിലേക്ക് മാറ്റി നിർത്താം എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട്. അങ്ങനെ ആദ്യം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കച്ചവടം ഉറപ്പിച്ചുകൊണ്ടാണ് മമ്മൂട്ടി കമ്പനി മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളും തിയേറ്ററിൽ എത്തിക്കുന്ന ആലോചിക്കണം. ഈ ഒരു സിനിമ പെട്ടെന്നൊരു സിനിമ, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് നടക്കുന്നത്, നായകന നിലയിൽ ഷൂട്ടിംഗ് നടക്കുന്നത് മമ്മൂട്ടിയുടെയാണോ? അതിൽ കൂടുതലും മമ്മൂട്ടി കമ്പനി. നിങ്ങളോ മറ്റുള്ളവരോ ആരെങ്കിലും അറിഞ്ഞോ മമ്മൂട്ടി അതിക്രൂരനായി ഒരു അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാകാറായി എന്നാണ് അറിയുന്നത്. അതും കേരളത്തിലല്ല, നാഗർകോവിൽ വെച്ചാണെന്ന് ആലോചിക്കണം. നാഗർകോവിൽ വെച്ച് ഇത്ര രഹസ്യമായി ചിത്രീകരിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നതാരാണ്? മമ്മൂട്ടി എപ്പോഴും പുതിയവർക്ക് അവസരം കൊടുക്കാറുണ്ട്. ഈ ലിസ്റ്റിനെടുക്കുക, ഇപ്പോൾ ബസൂക്ക അടുത്ത മാസം റിലീസ് ചെയ്യാൻ പോകണം, അത് കരോൾ ഡെന്നിസിൻ്റെ മകനാണെന്ന് ആലോചിക്കണം. അതിന് മുൻപ് കുറേ ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും ജിതിൻ കെ ജോസ്, ഇപ്പോൾ ഈ പടം പേരിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതിക്രൂരനായ വില്ലൻ കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന സിനിമ എഴുതി സംവിധാനം ചെയ്ത് ജിതിൻ കെ ജോസ്. അപ്പോൾ ആരാ ജിതിൻ കെ ജോസ്? ജിതിൻ കെ ജോസ് മമ്മൂട്ടിയുടെ മകൻ ദുൽഖറിൻ്റെ ഒരു സിനിമയുടെ കുറുപ്പിൻ്റെ തിരക്കഥാകൃത്താണ്. അപ്പോൾ കുറുപ്പിൻ്റെ കഥ എഴുതിയ ഒരാൾ. ഈ ജിതിൻ ഇപ്പോൾ ചെയ്യുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ കഥയോ, ഇവിടെ നിങ്ങളും ഞങ്ങളുമൊക്കെ അറിഞ്ഞൊരു കഥാപാത്രമുണ്ട്, സൈനൈഡ് മോഹൻ. 10-20 സ്ത്രീകളെ വിവാഹം കഴിക്കുകയും സൈനൈഡ് കൊടുത്ത് കൊലപാതകം നടത്തുകയും ചെയ്ത സൈനൈഡ് മോഹൻ്റെ കഥ എല്ലാവർക്കും അറിയാം. അങ്ങനെ ആ സൈനൈഡ് മോഹൻ്റെ കഥയാണ് ഇത്തവണ ജിതിൻ കെ ജോസ് എടുത്തിരിക്കുന്ന ആലോചിക്കണം. അപ്പം അതേപോലെ തന്നെയാണോ അതിൽ ഇങ്ങനെ സ്ത്രീകളെ കല്യാണം കഴിച്ച് മധുവിധു കഴിച്ചു സൈനൈഡ് കൊടുത്ത് കൊല്ലുന്ന പോലെയാണോ? അത്തരം കാര്യങ്ങളിലേക്കൊന്നല്ല നമ്മൾ പോകുന്നത് ഇങ്ങനെ ഒരു ക്രൂരനായ കഥാപാത്രത്തെ എടുത്തപ്പോൾ അത് മമ്മൂട്ടി എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ പരീക്ഷണം നടത്താൻ മമ്മൂട്ടിക്ക് കഴിയൂ. കാതൽ നിങ്ങൾ കണ്ടതല്ലേ? ആ കാതലിൽ നെഗറ്റീവായിട്ടുള്ളൊരു കഥാപാത്രമല്ലേ? ഗൾഫ് രാജ്യങ്ങളിൽ ആ സിനിമ നിരോധിച്ചതാണെന്ന് ആലോചിക്കണം. എന്നിട്ടും ഇരു കൈകളും നീട്ടി, അതായത് അശ്ലീലത്തിലേക്ക് വഴുതി പോകാമായിരുന്നൊരു കഥാതന്തുവിനെ അതിമനോഹരമായി മമ്മൂട്ടി അവതരിപ്പിച്ചു എന്നുള്ളതാണത്. അതിവിടെ വിജയിച്ചില്ലേ? പിന്നെ നമ്മളെ ഭ്രമിപ്പിച്ചൊരു സിനിമയുണ്ട്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇറങ്ങിയ ബ്രഹ്മയുഗം. ഒരു പക്ക വില്ലനല്ലേ അത്? അങ്ങനത്തെ ഒരു വില്ലൻ നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുണ്ടോ? കുറച്ച് കഥാപാത്രങ്ങൾ നമ്മൾ പലരും ചോദിച്ചു, ഇനി ഇപ്പം എന്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്,
ഇവിടെ അനുദിനം സിനിമ വളർന്നുകൊണ്ടിരിക്കുന്നു, സാങ്കേതികമായി വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് വരുന്നത് എന്ന് ചോദിച്ച് പരിഹസിച്ചവരുണ്ട്. അത് കൊളുത്തിയില്ലേ എന്ന് പറഞ്ഞാൽ അതൊരു ഹിറ്റിലേക്ക് പോയില്ലേ ശരിക്ക്. ഇപ്പോഴും മമ്മൂട്ടിയുടെ ആ ക്രൂരമായ കഥാപാത്രം നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ ആ ഒരു ചിരി, പൊട്ടിച്ചിരി മാത്രം പോരെ, ആ കഥാപാത്രം എന്തു ചെയ്യുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ എപ്പോഴും കാണാം. അത് പടിപടിയായി പിന്നെ നമ്മൾ പറയില്ല, ഒരു അറ്റം കഴിഞ്ഞാൽ അതിനേക്കാൾ വില്ലൻ. അതാണിപ്പോൾ ഈ സൈനൈഡ് കഥാപാത്രമായി വരുന്ന, ക്രൂരനായി വരുന്നവയുടെ മമ്മൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ ചെയ്യുമ്പോൾ മമ്മൂട്ടി ആരാധകർ, മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങളെയൊക്കെ വെറുപ്പിക്കാനാണോ മമ്മൂക്ക ഇത്തരം റോളുകൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അവരോട് മമ്മൂട്ടി വളരെ ഈസി ആയിട്ട് പറയുന്നൊരു കാര്യമാണ്, മക്കളെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, ആരാധകരെ, ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ, നിങ്ങളെ ആഗ്രഹം അനുസരിച്ച്, ഇഷ്ടമനുസരിച്ചൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളെ ഞാൻ ചെയ്യുന്നു. ആ ഇഷ്ടം നിങ്ങളിൽ ഉണ്ടാക്കുന്നു. അതല്ലേ ഹീറോയിസം. ആ ഹീറോയിസം ഞാൻ എൻ്റെ കുറേ സിനിമകളിലൂടെ കാണിച്ചു കഴിഞ്ഞില്ലേ. ഏതെല്ലാം സിനിമ. പിന്നെ പുഴു എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിലും നല്ല വില്ലനല്ലേ ഞാൻ. അപ്പം എൻ്റെ വില്ലത്തരങ്ങൾ പോലും നിങ്ങൾ ആഘോഷമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം മാർക്കോയാണ് ഏറ്റവും വലിയ വില്ലൻ, ക്രൂരം കാണിക്കുന്നത് നടക്കുന്നത്. അതിനെയൊക്കെ കവച്ച് വെച്ചുകൊണ്ട് അതിക്രൂരനായിട്ട് തന്നെയാണ് മമ്മൂട്ടി വരുന്നത്. അതിന് മമ്മൂട്ടി പറഞ്ഞൊരു ഉത്തരം ഇങ്ങനെയാണത്, ഞാൻ ഇമേജ് നോക്കുന്നില്ല ഇനി. എന്ത് ഇമേജ്? ഒരു സിനിമ കണ്ടു, നല്ലതോ ചീത്തയെന്ന് പറഞ്ഞു, ചില കഥാപാത്രം നിലനിൽക്കുന്നു, പക്ഷേ മമ്മൂട്ടി ഈ കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നവർക്ക് കൂടി ഒരു മുന്നറിയിപ്പാണ്, മമ്മൂട്ടി ഈ കഥാപാത്രവും ചെയ്യണം. ഈ കഥാപാത്രവും മമ്മൂട്ടി ഇമേജ് നോക്കാതെ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ്, അത് വിജയിപ്പിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം ഇങ്ങനെ ഉയർന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഷൂട്ടിംഗ് പൂർത്തിയാകാൻ പോകുന്നു. രഹസ്യമായിട്ടാണ്, പുറത്തു വിട്ടിട്ടില്ല. ഈ ചെറുപ്പക്കാരന് ജിതിൻ കെ ജോസിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. എന്തായാലും മോശമാവില്ല. കാരണം സൈനൈഡ് കൊലപാതക പരമ്പരകളാണ്, അതിലൊരു കഥയാണ് വന്നിരിക്കുന്നത്. ആ സംഭവം കാണുമ്പോൾ മമ്മൂട്ടിയെ വെറുക്കും. തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ നമ്മൾ വെറുക്കും. സിനിമ കഴിയുമ്പോൾ മമ്മൂട്ടിയെ നമ്മൾ ചേർത്ത് പിടിക്കും, ഭലേ ബേഷ് എന്ന് പറയും. അതുതന്നെയാണ് മമ്മൂട്ടി ആഗ്രഹിച്ചിട്ടുള്ളത്.